പത്രപരസ്യത്തിനെതിരായ പൊതു താൽപര്യ ഹർജി നിലനിൽക്കുമോ എന്നുള്ള സംശയം പ്രകടിപ്പിക്കുന്നു ഹൈക്കോടതി. 10 വർഷം മുൻപുള്ള പത്രവാർത്തകൾ എന്ന പേരിൽ നൽകിയ പരസ്യത്തിനെതിരെയാണ് കോൺഗ്രസ് നേതാക്കൾ ഹർജി നൽകിയത്. സർക്കാരിനോട് എതിർ സത്യവാങ്മൂലം നൽകാൻ കോടതിയുടെ നിർദ്ദേശം. ബിനിൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബിനിൽ, അല്പം മുൻപ് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഖജനാവിൽ നിന്നുള്ള പണം ഉപയോഗിച്ച് PR നടത്തുന്നു പിണറായി വിജയൻ എന്നുള്ള ആരോപണം അദ്ദേഹം കടുപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിലവിൽ ഈ PR-മായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന കാര്യങ്ങളിലൊക്കെയും സർക്കാരിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് നടപടിയാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇപ്പോൾ ഈ പത്രപരസ്യവുമായി ബന്ധപ്പെട്ട കോടതിയുടെ സംശയം എന്താണ്? പക്ഷേ ഈ പത്രപരസ്യവുമായി ബന്ധപ്പെട്ട പൊതുതാൽപര്യ ഹർജിയാണ് എറണാകുളം DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസും എറണാകുളത്തെ കോൺഗ്രസ് നേതാവായ ഷാരോൺ പനക്കലും നൽകിയത്. ആ ഹർജികൾ നിലനിൽക്കുമോ എന്ന സംശയമാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചിരിക്കുന്നത്. അതിൽ സംസ്ഥാന സർക്കാരിനോട് ഇതിന്റെ മെയിൻറ്റൈനബിലിറ്റി, അതായത് ഈ ഹർജി നിലനിൽക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് വിശദമായി എതിർ സത്യവാങ്മൂലം നൽകാനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഒരാഴ്ചത്തെ സമയം സർക്കാരിന് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. 10 ദിവസത്തിനുള്ളിൽ ഈ ഹർജി വീണ്ടും പരിഗണിക്കാം എന്നതാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് സർക്കാരിന്റെ എതിർ സത്യവാങ്മൂലം ലഭിച്ചു കഴിഞ്ഞാൽ ഈ ഹർജിക്കാർക്ക് അതിൽ കൂടുതൽ വിശദീകരണങ്ങൾ രേഖാമൂലമുണ്ടെങ്കിൽ അത് നൽകാനുള്ള സമയം കൂടി ഇപ്പോൾ ഹൈക്കോടതി അനുവദിച്ചിരിക്കുകയാണ്. വളരെ വിവാദമായ ഒരു സംഭവമാണിത്. കാരണം 2016 ആ പത്രവാർത്തകൾ എന്ന പേരിലായിരുന്നു PRTയുടെ പരസ്യം. അതിനെതിരെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി രംഗത്ത് വരികയായിരുന്നു. സർക്കാരിന്റെ പൊതുപണം ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രചാരണം നടത്തുന്നു എന്നതാണ് അവരുടെ ആരോപണം. ഈ ഹർജിയിൽ ഈ കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ പൊതുപണം ഇതിന് അനുമതി നൽകിയ ഉദ്യോഗസ്ഥരിൽ നിന്ന് തിരിച്ചു പിടിക്കണം. ഈ ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ ഹൈക്കോടതി ഈ ഹർജി തന്നെ നിലനിൽക്കുമോ എന്ന സംശയമാണ് ഇപ്പോൾ പ്രകടിപ്പിച്ചിരിക്കുന്നത്.